ഹലോ ഗായ്സ്, ഇന്ന് ഷയാൻ്റെ ഒരു ഉഗ്രൻ സൂപ്പർ സോങ്, പിന്നെ ഷയാൻ്റെ പ്രവർത്തനങ്ങളാണ് വീഡിയോസിൽ ആഡ് ചെയ്യുന്നപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീട്ടിൽ ആമ വന്നില്ലായിരുന്നോ? ഒരു പാട്ട് പഠിക്കാം ആമേനെ കുറിച്ച്. വീടവളെ ആമയുടെ വെള്ളം പോയില്ലോ, ആമ കരിഞ്ഞല്ലോ. പിന്നെ ഇത്രയേ ഉള്ളൂ. ആമേനെ നീ എവിടെയായിരുന്നു കണ്ടത്? ആമേനെ വെള്ളത്തിലല്ലേ? പിന്നെ ആമ വീട് എവിടെയെന്ന് എന്താ ചോദിച്ചു? നമ്മുടെ വീട് അടുത്തല്ലേ. നമ്മളെവിടെയായിരുന്നു ആമേനെ കണ്ടത്? നമ്മള് ഈ വീട്ടില് മഴ വന്ന് കൊറേ വെള്ളമായി. എന്നിട്ട് വെയിലത്ത് രാവിലെ ആയാലത് വെയില് വന്നിട്ട് രാത്രിയായി. അപ്പൊ മഴ വന്ന് ആമ വന്നേക്കുന്നു അവിടെ ഞങ്ങൾ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ. ഷയാന്റെ ബാത്റൂം വെളിയിലല്ലേ? വെളിയിലല്ല, പോലത്തെ എപ്പോഴും മൂത്രമൊഴിക്കും, അവിടെ മൂത്രമൊഴിക്കും. പിന്നെ പിന്നെ വേറെന്തൊക്കെയുണ്ട് നിനക്ക് പറയാൻ? വിശേഷോ? നല്ല വിശേഷം. ഇപ്പൊ എന്താ ഇവിടെ പരിപാടി? ഇതെന്താണ്? മഴ. ഷയാൻ പഠിക്കുകയാണ്. മഴ വന്നു. അല്ല, മഴ വന്നൂലല്ല, ആമ വന്നു. ഇപ്പൊ മോൻ എഴുതുന്നത് ആമ വന്നു എന്നാണേ. ഇത് ആമ വന്നു. ബസ്സിന്റെ അറബിയിലേക്ക് കടന്നിരിക്കുകയാണ്. വായിച്ചോ? ഗുഡ്. വെരി ഗുഡ്. ദർബുൻ. തംറുൻ. അതെ. ലെവിനുൻ. ഗുഡ്. കമക്കുൻ. കബിത്തുൻ. കബിദുൻ. സമക്കുൻ. ഇത് വായിക്ക്. ആദ്യത്തെ എന്താ അക്ഷരവാ? മായ. ഇവിടെ എടാ, സീന് ഫത്തഹ് സാ, മീമ് ഫത്തഹ് മാ. വായിക്ക്. കുട്ടി വായിക്ക്. സാ മാ കുൻ. കുട്ടി വായിക്ക്. സമക്കുൻ. ഗുഡ് ബോയ് ആണേ. മാഷാല്ലാ, മോൻ പഠിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മോൻ പഠിക്കാനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ കുട്ടികൾക്ക് പഠിത്തത്തിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ
അവരവർക്ക് വേണ്ടിയാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ മടി കൂടാതെ പഠിക്കുകയും ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തുകയും ചെല്ലും എന്നുള്ള ബോധം കുട്ടികളുണ്ടാവും. ഞാൻ മോനെ പഠിക്കൂ എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് ഒന്നും പഠിപ്പിക്കാറില്ല. അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെയാണ് മകൻ എല്ലാം സ്വന്തം ഇഷ്ടത്തിൽ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ മാഷാ അല്ലാഹ്, എൻ്റെ മകൻ എല്ലാവരുടെയും കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല ഉയരങ്ങളിലെത്തട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ നോക്കുക. പഠനത്തിൻ്റെ കാര്യത്തിൽ അവരെ ഫോഴ്സ് ചെയ്യാതെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്, നിനക്ക് വേണ്ടിയാണ്. പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു 5-5.5 വയസ്സിന് ശേഷമായിരിക്കുമല്ലോ എല്ലാ കുട്ടികളും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാ കുട്ടികളും അറിയാനുള്ള തിരിച്ചറിവായി നമ്മൾ പറയുമ്പോൾ കുട്ടികൾക്കത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ കുട്ടികളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. പഠനത്തിൻ്റെ കാര്യത്തിൽ ഫോഴ്സ് ചെയ്യാതെ അവരെ മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.